ഹായ്. മഹാമാഘ മഹോത്സവ വേദിയിലാണ് കേട്ടോ. തിരുനാവായ ക്ഷേത്രത്തിന് മുന്നിലാണ്. ഇപ്പം മഹാമാഘ മഹോത്സവത്തിൻ്റെ വേദിയിലേക്ക് പോവുകയാണ്. അപ്പം കൂടെ ഒരു ചേട്ടനെ വിളിച്ചിട്ടുണ്ട്. ഓ, ഇദ്ദേഹം വാരണാസിയിലേക്ക് പോയിട്ടുള്ള ആളാണ്. വാരണാസി കുംഭമേളയ്ക്ക് പോയി. കഴിഞ്ഞ വർഷം ജനുവരിയിൽ വാരണാസിയിലേക്ക് പോയി കുംഭമേള കണ്ടിട്ടുള്ള ആളാണ്. ഞാൻ ഒറ്റയ്ക്കുള്ളതെന്ന് വെച്ചാൽ അപ്പോൾ എനിക്കൊരു കൂട്ടിയിട്ട് തൃശ്ശൂർക്കാരനാണ്. തൃശ്ശൂർ നല്ല ആളാണ് കേട്ടോ. നല്ല ജലത്തിരക്കാണ് ഇവിടെ. ഞാനുള്ള ആദ്യമായിട്ടാണ്. എന്നാലും ഇത് ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ തിരുനാവായ എന്ന സ്ഥലത്താണ് കേട്ടോ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെയാണ് തിരുനാവായ ക്ഷേത്രം എന്നറിയപ്പെടുന്നത്. അതുപോലെ ഭാരതപ്പുഴ തീരത്താണ് കേട്ടോ ഈ ക്ഷേത്രം. ഈ തിരുനാവായ ക്ഷേത്രം ഭാരതപ്പുഴ തീരത്താണ്. നമുക്കിന്ന് ഇപ്പോൾ ഒരു താൽക്കാലികമായി കെട്ടിയ ഒരു പാലത്തിൽ കൂടെയാണ് പോകാനുള്ളത്. അപ്പോൾ ഈ പാലത്തിൽ കൂടെ പോയാൽ പാലം ഇപ്പോൾ തുറക്കില്ല, 4:30 തുറക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു വെയിറ്റിങ്ങിലാണ്. മറുകാര്യം നമ്മൾ മറ്റൊരു കാര്യം, പാലത്തിന് താൽക്കാലികമായിട്ട് എന്തോ കേടുപാട് സംഭവിച്ചുകൊണ്ട് പാലത്തിന് കയറ്റി വിടുന്നു. അതുകൊണ്ട് നമ്മൾ 15 കിലോമീറ്റർ ഇറങ്ങി ഇതിന് മറുകാര്യം എത്തി. ഈ സ്ഥലം എന്ന് പറയുന്നത് ഈ സ്ഥലത്തിന് പേര് തവന്നൂർ. ഇപ്പം നമ്മൾ ഈ തവന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തണമെങ്കിൽ ഏകദേശം 15 കിലോമീറ്റർ കറങ്ങി വരണം. ആ സ്ഥലമാണിത്. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. ഇത് 4 ക്ഷേത്രത്തിലാണ് ദിവസം 4 ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തണമെന്നാണ് പറയുന്നത് ഈ കുംഭമേളയ്ക്ക് വന്നു കഴിഞ്ഞാൽ. ഇവിടെയും പണി നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. താൽക്കാലികമായിട്ടുള്ള പാലങ്ങളാണ് ഇവിടെയും. മണൽച്ചാക്കുകൾ നിർത്തി അടുക്കി വെച്ചുള്ള പാലങ്ങളും വഴികളുമാണ്. ഇവിടുത്തെ ഐതിഹ്യം എന്ന് പറയുന്നത് പണ്ട് പരശുരാമൻ്റെ നിർദ്ദേശപ്രകാരം, പരശുരാമൻ്റെ അപേക്ഷപ്രകാരം ബ്രഹ്മദേവൻ നടത്തിയ യാഗമാണ് ഇന്ന് കാണുന്ന യാഗം. ഇവിടെ ഗംഗാദേവിയും സപ്ത തീർത്ഥങ്ങളും ഇവിടെ ഒരുമിച്ചു. അതുകൊണ്ടാണ് സകല തീർത്ഥങ്ങളും ഇവിടെ ഒരുമിച്ചത് കൊണ്ടാണ്, ഭാരതത്തിലെ എല്ലാ തീർത്ഥങ്ങളും ഇവിടെ ഒരുമിച്ചത് കൊണ്ടാണ് ഈ ഭാരതപ്പുഴ എന്ന പേര് വന്നത്. അതുകൊണ്ടാണ് ഈ നീളാനദിയെ ഭാരതപ്പുഴ എന്ന് പറയുന്നത്. ചേരമാൻ പെരുമാളിൻ്റെ കാലഘട്ടത്ത് ഇവിടെ ഈ യാഗം നടന്നുവെന്ന് പറയപ്പെടുന്നു. ചേരമാൻ പെരുമാളിൻ്റെ കാലഘട്ടത്തിൽ യാഗം നടന്നെന്ന് പറയുമെങ്കിൽ അത് പിന്നെ രാജാക്കന്മാരുടെ കുടിപ്പകലൊക്കെ മാമാങ്കമായി മാറി. അത് കുറേ കാലം നീണ്ടു നിന്ന് അതും അവസാനിച്ച് അതിന് ശേഷം ഏകദേശം 200 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ കുംഭമേള ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. ഞാൻ നമ്മളിവിടെ വന്ന സമയത്ത് ഈ ചുറ്റിനും എല്ലാ സ്ഥലങ്ങളിലും കാടൊക്കെ വൃത്തിയാക്കി വെടിപ്പാക്കി ഐശ്വര്യമാക്കി വെച്ചിരുന്ന, ഇവിടെ ഇത് നടക്കുന്ന ചുറ്റിനും മാത്രം ഈ കാടൊന്നും എടുത്തിട്ടില്ല. ഇവിടെയൊക്കെ ഈ പുഴയിൽ നടുക്കായി പോലും കാട് ഇങ്ങനെ തന്നെ ഉണ്ട്. വൈകിട്ട് 6:30-ക്കാണ് ഗംഗാരതി. ഗംഗാരതി എന്ന് പറയാനും പറ്റില്ല, നീളാരതി എന്ന് പറയാം. ഇത് ഗംഗ അവിടുത്തെ പണ്ഡിറ്റുകൾ തന്നെയാണ് ഇവിടെയും ഈ കർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്നത്. ഇവിടെയുള്ള സ്വാമിമാരോ ഗുരുക്കന്മാരോ ഒന്നുമല്ല, അവിടെയുള്ള പണ്ഡിറ്റുകൾ തന്നെയാണ് ഇവിടെയും വന്ന് ഈ ആരതി നടത്തുന്നത്. അപ്പോഴൊന്ന് വൈകുന്നേരം വരെ കാത്തിരിക്കാം. യജ്ഞശാല എത്തി കേട്ടോ. ഇതാണ് യജ്ഞശാല. ഇതാണ് യജ്ഞശാല. പിന്നെ ഇവിടെയാണ് ആരതി നടക്കുന്നത്. നീളാരതി നടക്കുന്നത് ഇവിടെയാണ്. ഇവിടെയാണ് കുംഭമേള നടക്കുന്നത്. ബലിതർപ്പണത്തിനുള്ള സൗകര്യങ്ങളെല്ലാം ഉള്ളത്. അപ്പം നമ്മൾ മുമ്പേ ചെന്ന് സ്ഥലങ്ങൾ പിടിച്ചില്ലെങ്കിൽ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കാണാൻ പറ്റില്ല കേട്ടോ. അതിന് ഇപ്പോഴേ തന്നെ നമ്മൾ സ്ഥലം പിടിക്കാം, അതാണ് നല്ലത്. ചോദിച്ചോ എങ്ങനെയൊക്കെയാണ്
स्वरूप भक्ति से